അയോധ്യ സംഭാവന കൊള്ളയിൽ നിർണായക ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് പ്രതികൾ പണം മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് കണ്ടെടുത്തത്. അറസ്റ്റിലായ 8 പേരിൽ 5 പേരുടെ ദൃശ്യങ്ങൾ ഇതിലുണ്ട്. ചമ്പത് റായ്, അനിൽ മിശ്ര, ഗോപാൽ റാവു തുടങ്ങിയവരെ SIT ചോദ്യം ചെയ്തു. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, എന്തായാലും ഉന്നതരിലേക്ക് അടക്കം അന്വേഷണം നീളുന്നു, അന്വേഷണം എത്തുന്നു. അതിനിടയിലാണ് ഈ CCTV ദൃശ്യങ്ങൾ കൂടി വരുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ എത്രമാത്രം നിർണായകമാണ്? അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ആസ്വാദി, ഈ കേസിൽ തന്നെ നിർണായകമാണ് ഈ CCTV ദൃശ്യങ്ങൾ. 45 ദിവസത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിൽ നിന്നാണ് ഇവർ പണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നിപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പണം എണ്ണുന്നതിനിടയിൽ വസ്ത്രത്തിനിടയിലും ഒപ്പം തന്നെ സോക്സിനിടയിലും ഒക്കെ തന്നെ ഒളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് 8 പേരെ മാത്രമാണ്. അതിൽ 5 പേരുടെ ദൃശ്യങ്ങളും ഉണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത് നികൽപ് മിശ്ര, ലവ്കുശ് മിശ്ര, അവിനാശ് ശുക്ല, മനീഷ് യാദവ് തുടങ്ങിയവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരാണ് ഈ പണം എണ്ണുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നത്. കാരണം വാരണാസി ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ഏജൻസിയാണ് ബാങ്കിന് ഇവരെ നൽകിയിരുന്നത്. തുടർന്ന് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഇവർ ഇവിടെ പണം എണ്ണാൻ എത്തുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഈ ജീവനക്കാർക്ക് ഏതായാലും പങ്കുണ്ടെന്ന് തെളിഞ്ഞു എന്നാണ് ഇപ്പോൾ SIT അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇവർ നൽകിയിട്ടുള്ള വിവരത്തിൻ്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇവരുടെയൊക്കെ തന്നെ വീടുകളിലും റെയ്ഡ് നടക്കുകയും ചെയ്തു. തുടർന്നാണ് ഏതാണ്ട് 1 കോടിയോളം രൂപ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ SITക്ക് 15 ദിവസത്തെ സാവകാശം നൽകിയിട്ടുണ്ട് UP സർക്കാർ. കാരണം ആദ്യം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച, അതായത് 30-ാം തീയതിയോട് കൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പോലും 15 ദിവസത്തെ സാവകാശം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SIT ഇപ്പോൾ വീണ്ടും അയോധ്യയിൽ എത്തുകയും വിശദമായി പലരെയും ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ ചമ്പത് റായ്, അദ്ദേഹം VHPയുടെ മുൻ ഉപാധ്യക്ഷനാണ്, ഒപ്പം തന്നെ ട്രസ്റ്റിൻ്റെ മുൻ സെക്രട്ടറി കൂടിയാണ്. ഒപ്പം തന്നെ അനിൽ മിശ്ര ട്രസ്റ്റ് അംഗമായിരുന്നു, RSS നേതാവാണ്. ഒപ്പം ഗോപാൽ റാവു തുടങ്ങിയവരൊക്കെ തന്നെ ചോദ്യം ചെയ്തു. ഏതാണ്ട് 6 മണിക്കൂറാണ് ഇവരെ ഇന്നലെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ചമ്പത് റായ് വിശദീകരിച്ചിട്ടുള്ളത് പലരെയും താൻ വിശ്വസിച്ചു പോയി എന്നാണ്. കാരണം ടിനു യാദവ് അദ്ദേഹത്തിൻ്റെയോടൊപ്പം 20 വർഷം ഒപ്പമുണ്ടായിരുന്നതാണ്, മുൻ ഡ്രൈവറായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ വ്യക്തി കൂടിയാണ് ടിനു യാദവ്. അപ്പോൾ തനിക്കിതിൽ പങ്കില്ല എന്ന നിലപാടാണ് ചമ്പത് റായ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അയോധ്യയിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ SIT. ഇന്നും ചമ്പത് റായിയെ ചോദ്യം ചെയ്യും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. ഏതായാലും CBI അന്വേഷണം വേണം എന്നൊരാവശ്യം വലിയ തോതിൽ ശക്തമാകുന്നുണ്ട്. BJPക്കുള്ളിൽ തന്നെ ആവശ്യമുണ്ട്, RSSനും അതേ നിലപാടുണ്ട്. ഏതായാലും SITയുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഏതായാലും UP സർക്കാർ കടക്കുക. പക്ഷേ CBIക്ക് രാകേഷ്, അതിലേറ്റവും പ്രധാനം എന്നുള്ളത് ഈ BJP അതുപോലെ VHP അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകളെല്ലാം ഇതിൽ അകലം പാലിക്കുന്നു. അതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും അയോധ്യ ക്ഷേത്രം എന്ന് പറയുന്നത് അവരെയൊക്കെ സംബന്ധിച്ച ഒരു അഭിമാനകരമായിട്ടുള്ള അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്ര വലിയ കൊള്ള നടന്നത്. ഈ ചമ്പത് റായ് അടക്കമുള്ള ആളുകൾ തങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും തെളിവുകൾ മറ്റു രീതിയിൽ അവർക്കൊക്കെ പ്രതികൂലമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളടക്കം. ഈ SIT റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ ഈ CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സർക്കാർ തന്നെ അതിന് സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുണ്ടോ? CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലുള്ളത്. കാരണം ഇപ്പോൾ സർക്കാർ തന്നെയാണ് 15 ദിവസം SITക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ SIT റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുക. കാരണം പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുകയാണ്, വർഷകാല സമ്മേളനം നടക്കാനിരിക്കുകയാണ്. 21-ാം തീയതി മുതൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വരും. പ്രതിപക്ഷം ഇത് വലിയ തോതിൽ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ് അയോധ്യ ക്ഷേത്രമുള്ളത്. അതുകൊണ്ട് തന്നെ UP സർക്കാരിന് മാത്രമല്ല കേന്ദ്ര സർക്കാരിനും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇതിനോടകം തന്നെ പലതരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ ഈ കൊള്ള സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രിക്ക് അവർ കത്തും നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളും BJP അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. മാത്രമല്ല സംഘപരിവാർ സംഘടനകൾക്ക്, RSSന് അടക്കമുള്ളവർക്ക് വലിയ ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CBI കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBIക്ക് വിടാനുള്ള സാധ്യത കൂടുതലാണ്. CBIക്ക് അത് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഈ റിപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി സർക്കാർ കാത്തിരുന്നേക്കാം. കാരണം UP സർക്കാരാണ് SITയെ നിയോഗിച്ചത്. FIR ഇടുന്നതിന് മുമ്പ് തന്നെ SITയെ നിയോഗിക്കുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും യോഗി സർക്കാർ അത്തരം നിലപാടുമായി മുന്നോട്ട് പോവുക. സ്വാതി.
ശരി ശരി രാകേഷ്, അത് തന്നെയാണ്. എപ്പോഴത്തേക്ക് ഇനി കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ്. SITയുടെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം